വിതരണ കേന്ദ്രത്തിൽ നിന്നും പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി അവ പരിശോധിച്ച് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോളിംഗ് ടീം യാത്രയാവുകയാണ്. പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിനിമം അഷ്വേർഡ് ഫെസിലിറ്റീസ് അവിടെയുണ്ട് എന്ന കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. നേരത്തെ തന്നെ അതിനു വേണ്ടിയുള്ള ടീം എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പോളിംഗ് സ്റ്റേഷൻ സാനിറ്റൈസ് ചെയ്തിരിക്കും. ആവശ്യമായ ഫർണിച്ചറുകൾ, റാമ്പ്, ഡ്രിങ്കിംഗ് വാട്ടർ, ടോയ്ലറ്റ്സ്, COVID-19 കിറ്റ്, പ്രോപ്പർ ലൈറ്റിംഗ് എന്നിവ അത്യാവശ്യമാണ്. പ്രിസൈഡിംഗ് ഓഫീസറുടെ വലതുവശത്തായിട്ടാണ് മൈക്രോ ഒബ്സർവറുടെ സ്ഥാനം. ബൂത്തിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള BLOയുടെ സ്ഥാനം പോളിംഗ് സ്റ്റേഷൻ്റെ എൻട്രൻസിന് അടുത്തും എന്നാൽ പോളിംഗ് സ്റ്റേഷന് പുറത്തുമായിരിക്കണം. ഒരേ സ്റ്റേഷനിൽ ഒന്നിലധികം പോളിംഗ് സ്റ്റേഷനുകളുള്ള അവസരങ്ങളിൽ കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കുന്ന രൂപത്തിലായിരിക്കണം അറേഞ്ച്മെൻറ്റ്സ് നടത്തേണ്ടത്. പോളിംഗ് സ്റ്റേഷൻ്റെ 200 മീറ്റർ ചുറ്റളവിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഇലക്ഷൻ ബൂത്ത് ഉണ്ടാവാൻ പാടില്ല. പോളിംഗ് സ്റ്റേഷൻ്റെ 100 മീറ്റർ ചുറ്റളവ് പ്രിസൈഡിംഗ് ഓഫീസറുടെ നിയന്ത്രണത്തിലായിരിക്കണം. 100 മീറ്റർ ചുറ്റളവിലുള്ള ക്യാൻവാസിംഗ് കുറ്റകരമാണ്. പോളിംഗ് സ്റ്റേഷൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ലൗഡ് സ്പീക്കർ, മെഗാഫോൺ ഉപയോഗം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് നിർത്തിവെക്കാനുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസർക്കുണ്ട്. പോളിംഗ് സ്റ്റേഷൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളെ പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം പ്രിസൈഡിംഗ് ഓഫീസർക്കുണ്ട്. പോളിംഗ് സ്റ്റേഷനകത്ത് കുക്കിംഗ്, അതുപോലെ സ്മോക്കിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും അനുവദനീയമല്ല. അതുപോലെ സെല്ലുലാർ ഫോൺസ്, കോഡ്ലെസ് ഫോൺസ്, വയർലെസ് സെറ്റ്സ് എന്നിവയൊന്നും അനുവദനീയം അല്ല. പോളിംഗ് സ്റ്റേഷനിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബാഡ്ജുകൾ, ക്യാപ്പുകൾ, ഷോളുകൾ എന്നിവ ധരിച്ച് എത്താൻ വേണ്ടി പാടില്ല. മാസ്ക് ധരിക്കുമ്പോൾ മാസ്കിനകത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങളോ രാഷ്ട്രീയ പാർട്ടിയുമായി സാദൃശ്യമുള്ള കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. പോളിംഗ് സ്റ്റേഷൻ ഒരുക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് പ്രദേശം സൂചിപ്പിക്കുന്ന നോട്ടീസ്, അതുപോലെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉള്ള നോട്ടീസ് എന്നിവ പോളിംഗ് സ്റ്റേഷന് പുറത്ത് പതിക്കേണ്ടതാണ്. തലേന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം. അടുത്തതായി പോളിംഗ് സ്റ്റേഷൻ ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എൻട്രൻസും എക്സിറ്റും ഉള്ള ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ മോഡലും അതുപോലെ സിംഗിൾ ഡോർ ഉള്ള ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ മോഡലും സ്ക്രീനിൽ കാണാം. ഈ രീതിയിലാണ് നിങ്ങൾ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കേണ്ടത്. ചിത്രത്തിൽ പോളിംഗ് സ്റ്റേഷൻ്റെ എൻട്രൻസിനടുത്ത് BLOയുടെ സീറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തെർമൽ ചെക്കിംഗ്, അതുപോലെ സാനിറ്റൈസർ ഉപയോഗം ഉറപ്പുവരുത്തുന്ന പോളിംഗ് അസിസ്റ്റൻറ്റിൻ്റെ സ്ഥാനം, പോലീസിൻ്റെ സ്ഥാനം എന്നിവ കൃത്യമായി ചിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വോട്ടർ പോളിംഗ് സ്റ്റേഷനിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്നാം പോളിംഗ് ഓഫീസറും പോളിംഗ് ഏജൻറ്റുമാരും പ്രിസൈഡിംഗ് ഓഫീസറും വ്യക്തമായി കാണണം. അതേസമയം വോട്ട് ചെയ്യുമ്പോൾ ആരും തന്നെ ദർശിക്കുവാൻ പാടുള്ളതല്ല. വെബ്കാസ്റ്റിംഗ് ഉള്ള ബൂത്തുകളിൽ വെബ് ക്യാമറ ഘടിപ്പിക്കേണ്ട സ്ഥാനവും ചിത്രത്തിൽ വ്യക്തമായി കാണാം. പോളിംഗ് ഓഫീസർമാരുടെ പിറകിലായി പോളിംഗ് ഏജൻറ്റുമാർക്ക് കോവിഡ് പ്രോട്ടോക്കോൾ പ്രകാരം സീറ്റുകൾ അനുവദിക്കണം. പ്രിസൈഡിംഗ് ഓഫീസറുടെ വലതുവശത്ത് ഒബ്സർവർക്കുള്ള സീറ്റും അതുപോലെ തന്നെ ഇടതുവശത്ത് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റും ഒരുക്കണം. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് ഒരിക്കലും ജനലിനരികെ സ്ഥാപിക്കരുത്. അതുപോലെ തന്നെ തീവ്ര പ്രകാശമുള്ള ഭാഗത്ത് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ് ഒരുക്കരുത്. VVPAT മെഷീന് അത് അപകടകരമാണ്. എന്നാൽ സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും പേരും അതുപോലെ തന്നെ VVPATും വ്യക്തമായി കാണുന്ന രൂപത്തിലുള്ള പ്രകാശം അത്യാവശ്യവുമാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒറ്റ ഡോറുള്ള പോളിംഗ് സ്റ്റേഷൻ്റെ
ക്രമീകരണം കാണാൻ സാധിക്കും. ഹൈ വോൾട്ടേജ് ഇൻകാൻസെൻ്റ് ലാമ്പുകൾ, അതുപോലെ ട്യൂബ് ലൈറ്റുകൾ, ഡയറക്റ്റ് സൺലൈറ്റ് എന്നിവ VVPAT മെഷീനിൽ പതിക്കാത്ത രൂപത്തിലായിരിക്കണം വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ്. VVPAT മെഷീൻ ജനലുകൾക്ക് അടുത്ത് ആകരുത്. അതുപോലെ തന്നെ ഇൻ്റർ കണക്റ്റിംഗ് കേബിൾസ് എല്ലാവർക്കും വ്യക്തമായി കാണുന്ന രൂപത്തിലായിരിക്കണം എങ്കിലും അവ തട്ടി വീഴാത്ത രൂപത്തിൽ ക്രമീകരിച്ചു വെക്കണം. കേബിളുകൾ തുണി കൊണ്ട് മറക്കുകയോ മേശ കൊണ്ട് മറക്കുകയോ ചെയ്യരുത്. എല്ലാത്തിനുമുപരി സീക്രസി ഓഫ് വോട്ടിങ്ങിൻ്റെ രഹസ്യ സ്വഭാവം ഒരിക്കലും നഷ്ടപ്പെടുന്ന രൂപത്തിലായിരിക്കരുത് ബൂത്ത് ഒരുക്കൽ. അടുത്തത് പോളിംഗ് ഏജൻറ്റുമാരെക്കുറിച്ചുള്ളതാണ്. ഒരു കാൻഡിഡേറ്റിന് ഒരു പോളിംഗ് ഏജൻറ്റിനെയും 2 റിലീഫ് ഏജൻറ്റുമാരെയും നിയമിക്കുവാൻ സാധിക്കും. പോളിംഗ് ഏജൻറ്റ് അതേ പോളിംഗ് സ്റ്റേഷനിലെയോ തൊട്ടടുത്ത പോളിംഗ് സ്റ്റേഷനിലെയോ ആകാവുന്നതാണ്. പക്ഷേ അതേ നിയോജക മണ്ഡലത്തിലേത് ആയിരിക്കണം. അദ്ദേഹത്തിന് എപ്പിക് ഉണ്ടായിരിക്കണം. പോളിംഗ് ഏജൻറ്റ് അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ടാണ് വരിക. സ്പെസിമെൻ സിഗ്നേച്ചർ പരിശോധിക്കണം. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് ഉള്ളതാണോ എന്നും പരിശോധിക്കേണ്ടത്. ഡിക്ലറേഷനിൽ പോളിംഗ് ഏജൻറ്റ് ഒപ്പുവെക്കണം. പ്രിസൈഡിംഗ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ തന്നെ ഒപ്പുവെക്കേണ്ടതാണ്. അതുപോലെ തന്നെ പോളിംഗിൻ്റെ ഏത് ഘട്ടത്തിലും ഒരു കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ഏജൻറ്റിന് പോളിംഗ് ഏജൻറ്റിനെ പിൻവലിക്കുവാനുള്ള അവകാശമുണ്ട്. നിശ്ചിത ഫോമിൽ അതിനുള്ള അപേക്ഷ നൽകുകയാണെങ്കിൽ അദ്ദേഹത്തെ പിൻവലിച്ച് പുതിയ ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. വോട്ടിംഗ് സമയത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു പോളിംഗ് ഏജൻറ്റിന് മാത്രമേ ബൂത്തിൽ ഇരിക്കുവാൻ കഴിയുകയുള്ളൂ. പോളിംഗ് ഏജൻറ്റുമാർ പുറത്തു പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും മൂവ്മെൻറ്റ് ഷീറ്റിൽ ഒപ്പിട്ടിരിക്കണം. മൂവ്മെൻറ്റ് ഷീറ്റിലെ എല്ലാ കോളങ്ങളും അതത് സമയങ്ങളിൽ തന്നെ ഫില്ല് ചെയ്യുവാൻ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ടതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ഘട്ടം ഘട്ടമായും അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. നമസ്കാരം.